ഹലോ കുട്ടികളെ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫുഡി വിത്ത് ഫാമിലി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നാട്ടിൽ വന്ന പിറ്റേ ദിവസം തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയായിരുന്നു കേട്ടോ. ലൈറ്റും അലങ്കാരമായിട്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തെത്തി. ഭക്ഷണം ഉണ്ടാക്കുന്ന വേറെ ഒരിടത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അന്നദാനമായിട്ട് നടത്തുന്നത് കേട്ടോ. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം, രാത്രി അതുപോലെ സായാഹ്ന ഭക്ഷണം, അത് മൂന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അമ്മയുണ്ട്, നമ്മുടെ ബന്ധുക്കൾ എല്ലാ പേരും, രാധാമാമി, അതായത് എൻ്റെ ഒരു മാമിയാണ് രാധാമാമി, പ്രിയ ചേച്ചി, എല്ലാ പേരേറ്റ് നിന്ന് ഇവിടെ ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അവിയലിൻ്റെ കൂട്ട് ഒരിടത്ത് റെഡിയാക്കുന്നുണ്ട്, കഷ്ണങ്ങൾ ഒരിടത്തിട്ടിട്ടുണ്ട്, ഇഡ്ഡലിക്കുള്ള മാവ് കോരുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിരക്കുകളാണ്. ഇതാ ചേച്ചി ഇതാ തോരൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാ ഈ പ്രിയ ചേച്ചി ഇതാ അവിയൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരോ ജോലികളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് പിന്നെ വന്നിട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പാല് വാങ്ങിക്കാൻ പോയതാണ്. പാലും ഗോമൂത്രവും, നമ്മുടെ അവിടെ പൂജയ്ക്ക് ഗോമൂത്രം വേണമല്ലോ, അപ്പോൾ ഗോമൂത്രമായിട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ പാടില്ലല്ലോ. അപ്പോൾ അമ്മ പാല് കൊണ്ടുവരും, ഞാൻ ഗോമൂത്രം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരായിട്ട് ഇതാ നമുക്ക് പാല് വാങ്ങിക്കാൻ പോകണമെങ്കിൽ കാടും മേടും ഒക്കെ താണ്ടി വേണം പോകാൻ. എന്തോ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരു കുപ്പി നിറച്ച് ഗോമൂത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്നു. അവിടെ ഇതാ ആദ്യത്തെ ഗണപതി ഹോമം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. നല്ല അലങ്കാരപ്പണികളും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ അച്ഛൻ വിളക്ക് കൊളുത്തി, ഗണപതി ഹോമത്തിൻ്റെ വിളക്കൊക്കെ കൊളുത്തി പോറ്റി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ ഉത്സവം കറണ്ടും മഴയും എല്ലാം സഹായിക്കണമല്ലോ, അതിൻ്റെ ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ അങ്ങനെ ആദ്യത്തെ ഗണപതി ഹോമം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പോറ്റിക്ക് ദക്ഷിണ കൊടുക്കണം. ദക്ഷിണയും പോറ്റിക്കുള്ള ഡ്രസ്സുമായിട്ട് അച്ഛൻ നടയിൽ വെച്ച് തന്നെ കൊടുത്തു. പോറ്റി വാങ്ങിച്ച് ശേഷം മാത്രമാണ് നമ്മുടെ ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗണപതി ഹോമമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് പൂജയുടെ സമയത്താണ് കേട്ടോ. ഇവിടെ അടുക്കളയിൽ ജോലികളുണ്ട്, ഞങ്ങൾ അടുക്കളയിലോട്ട് പിന്നെ പൂജയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.